എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് ചേരുവ വെച്ചിട്ട് സിമ്പിളായി ഒരു മാങ്ങയച്ചാർ ഉണ്ടാക്കിയാലോ? വരൂ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങയച്ചാറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു നോക്കൂ. നമുക്കൊരു സിമ്പിൾ മാങ്ങയച്ചാർ ഉണ്ടാക്കിയാലോ? ഞാനിവിടെ മാങ്ങ ചെറുതായി അരിഞ്ഞ് ഉപ്പിട്ട് ഒരു 2 മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനോട് നമുക്ക് പെട്ടെന്നൊരു മാങ്ങയച്ചാർ ഉണ്ടാക്കിയാലോ? വായോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഞാൻ അതിലോട്ടേക്ക് അത് ചൂടാകുന്നതിന് മുന്നേ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അതിലോട്ടേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി ഒരു 1/2 സ്പൂൺ വരെ ഉണ്ട്. ഉലുവപ്പൊടി ഇല്ല, അല്പം ഉലുവ ഞാൻ വറുത്തിട്ട് വന്നു, പൊടിച്ചതില്ല. അപ്പോൾ നന്നായിട്ട് ചൂടാക്കുക. പെട്ടെന്നാകുന്നൊരു മാങ്ങയച്ചാറാണ്, സാധാ പോലെയല്ല. നന്നായി ചൂടായേ, തീ ഓഫ് ചെയ്യാം. ഇനി ഈ മുളക് പൊടി കായപ്പൊടി നമുക്ക് അരിഞ്ഞ് വെച്ച മാങ്ങയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയിലിട്ട് കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ മാങ്ങ വേവിക്കുന്നൊന്നുമില്ല, ഇത് ഇൻസ്റ്റൻറ്റ് മാങ്ങയച്ചാറാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടാവും. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വറുത്തിടാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക്, ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ടേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കും. കടുക് ഉലുവയൊക്കെ പൊട്ടുമ്പോൾ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം കുറച്ച് തയ്യാറായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ചൂടോടുകൂടി നമുക്ക് മാങ്ങയിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കാം. നന്നായി ഇളക്കാം. ഇതിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. കുറച്ച് കടുക് കൂടി നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടാക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്.
ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് കാണുമ്പോൾ തന്നെ വായിന്ന് കപ്പലോടുന്ന വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ എടുക്കുക, ടേസ്റ്റ് നോക്കുക. വാഴ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അച്ചാർ. ഇതാ കൊതിയാവുന്നില്ല നിങ്ങൾക്ക്? നല്ലവരും ഉണ്ടാക്കി വെക്കോട്ടോ. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.